ഓക്കെ ടീം, ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. നോർമലി ഞാനിപ്പോൾ ഒരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ പൈത്തണിൻ്റെ മൾട്ടിപ്പിൾ പ്രോജക്ട്സിൽ ചിലപ്പം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോജക്റ്റ് ചിലപ്പം പൈത്തണിൻ്റെ വേറെ വെർഷനുള്ള പ്രൊജക്റ്റ് ആയിരിക്കാം. അതേപോലെ ഓരോ പ്രോജക്റ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജസ് അല്ലെങ്കിൽ ലൈബ്രറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കറിയാം, നമ്മളൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പാക്കേജസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്പി എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്, പാൻഡാസ് ഉണ്ട്, പൈസ്പാർക്ക് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിന് നമ്മൾ തേർഡ് പാർട്ടി ലൈബ്രറീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഈ തേർഡ് പാർട്ടി ലൈബ്രറീസിൻ്റെ വേർഷൻസ് ഡിഫറെൻ്റ് ആവാം. ഒരുപക്ഷെ പൈത്തണിൻ്റെ വേർഷൻ തന്നെ ഡിഫറെൻ്റ് ആവാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുമ്പ് ഞാൻ ചെയ്തൊരു പ്രോജക്റ്റിൽ ഒരുപാട് പഴയ പ്രൊജക്റ്റാണ്. അതിൽ കുറേ ബഗ് ഫിക്സിംഗ് ആണ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പൈത്തണിൻ്റെ 2 വേർഷനിലുള്ളതാവാം, അല്ലെങ്കിൽ പൈത്തണിൻ്റെ 3.1 3.2 വേർഷനിലുള്ളതാവാം. പിന്നെ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ചിലപ്പോൾ 3.11 അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസിലുള്ള പ്രോജക്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പം നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, ഇപ്പം നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് പൈത്തൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പം നമുക്ക് കിട്ടിയത് ഏതാണ്? 3.11 ആണ് അല്ലേ? നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വേർഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം പൈത്തണിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഓരോ പ്രോജക്റ്റിനെയും ഒരു ഒരു സെപ്പറേറ്റ് സിസ്റ്റം പോലെ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പ്രോജക്റ്റിനെയും അല്ലെങ്കിൽ ആ ഓരോ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിനെയും നമുക്ക് ഓരോ വെർച്വലായിട്ട് ഒരു സെപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ഒന്നിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫോൾഡറിനെയും വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പ്രോജക്റ്റിനും വേണ്ടി അതിൻ്റെ പൈത്തണിൻ്റെ വേർഷൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ സെപ്പറേറ്റ് വെർച്വൽ എൻവയോൺമെൻറ്റിലായിരിക്കും അത് ഇൻസ്റ്റാൾ ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഓരോ വെർച്വൽ എൻവയോൺമെൻറ്റും കംപ്ലീറ്റ്ലി ഒന്നിൽ മറ്റൊന്ന് ഡിഫറെൻ്റ് ആണ്. ഒന്നിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മറ്റുള്ളതിനെ ബാധിക്കുന്നില്ല. ഒന്നിൻ്റെ ഉള്ളിൽ ഞാൻ പൈത്തണിൻ്റെ കോൺഫിഗറേഷൻസ് മാറ്റുമ്പോൾ അത് മറ്റുള്ളതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ വിളിക്കുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റ് എന്നാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിൻഡോസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റിൻ്റെ ഫോൾഡറിൽ വന്നിട്ട്, ഇപ്പോൾ നമ്മളെ പ്രോജക്റ്റിൻ്റെ ഫോൾഡർ ഇതാണ് അല്ല, അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള കമാൻഡാണ് പൈത്തണിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ടാവും. പൈത്തണിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇങ്ങനെ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പൈത്തണിൽ ഉപയോഗിക്കുന്ന മൊഡ്യൂളാണ് VENV എന്ന് പറയുന്ന മൊഡ്യൂളുണ്ട്. അപ്പോൾ ഏത് മൊഡ്യൂളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടി -m റെപ്രസെൻ്റ് ചെയ്യുന്നത് മൊഡ്യൂൾ എന്നുള്ളതിനെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ പുതിയ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൊഡ്യൂളിൻ്റെ പേര് VENV എന്നുള്ളതാണ്. VENV എന്ന് പറയുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ നമ്മൾ പൈത്തണിൻ്റെ VENV എന്ന് പറയുന്ന മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിന് കൊടുക്കുന്ന പേര് VENV എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് -m VENV എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഉള്ളിലുള്ള പൈത്തൺ വെർച്വൽ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മൊഡ്യൂൾ സോഴ്സ് കോഡിൻ്റെ പേരാണ് VENV എന്നുള്ളത്. ഞാൻ VENV1 എന്നുള്ള പേരിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമ്മുടെ സോഴ്സ് കോഡ് ഫോൾഡറിൽ ഞാൻ കൊടുത്ത പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി മുതൽ ഞാൻ എന്ത് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്കാണ് അത് ഇൻസ്റ്റാൾ ആവുക. ഓക്കെ, എന്ത് പാക്കേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൻ്റെ ഉള്ളിലേക്കാണ് അത് ഇൻസ്റ്റാൾ ആവുക. ഈ VENV1 എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? പൈത്തണിൻ്റെ ഏത് വേർഷനാണ് എനിക്ക് വേണ്ടത് എല്ലാം എനിക്ക് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ കോൺഫിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പ്രോജക്റ്റിന് അത് ബാധിക്കുന്നതല്ല. ഇനി ഞാൻ എന്തെങ്കിലും ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഇൻസ്റ്റാൾ ആകുന്നുള്ളൂ, വേറെ എവിടെയും പോയിട്ട് അത് ഇൻസ്റ്റാൾ ആകുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കോൺഫ്ലിക്റ്റിങ്ങും, അതേപോലെ ഒരു സിസ്റ്റത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രോജക്റ്റെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് വേർഷൻസിലുള്ള മൾട്ടിപ്പിൾ പ്രോജക്റ്റെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിന് പറയുന്നത് ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയും. പൈത്തണിൽ പൊതുവേ ഡെവലപ്പേഴ്സ് വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡെവലപ്മെൻറ്റ് ചെയ്യുക. ഓക്കെ,
ഇനി നമുക്കിതിനെ ഇപ്പം നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അതിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് നമ്മൾ എന്താണോ പേര് കൊടുത്തത് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വിൻഡോസിൽ നമ്മൾ ചെയ്യേണ്ടത് // മാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ // ആണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ / നമ്മുടെ ഫോൾഡറിൻ്റെ നെയിം pnv1 സ്ക്രിപ്റ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിന് എന്ത് ചെയ്യാം, നമ്മൾ ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താണോ പേര് കൊടുത്തത് ആ പേരാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ scripts/activate. സോറി, ഇതിൽ നമ്മൾ പവർ ഷെല്ലിലായതുകൊണ്ട് നമുക്ക് പെർമിഷൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എന്നുള്ള പറയുന്നത് ഇവിടെ എനിക്കിതിനെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പവർ ഷെൽ എന്ന് പറയുന്നത് പിന്നെ വിൻഡോസിൽ പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു ടൂളാണ്. ആ ടൂളിൽ പിന്നെ നമ്മൾ ഇതേപോലെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പെർമിഷൻ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ കോൺഫിഗർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നോർമൽ കമാൻഡ് പ്രോംപ്റ്റ് സ്വിച്ച് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ടെർമിനലിൽ ഈ പ്ലസിൻ്റെ തൊട്ടടുത്തുള്ള ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ടെർമിനൽക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നോർമൽ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ടെർമിനൽക്ക് സ്വിച്ച് ചെയ്തു, പവർ ഷെൽ അല്ല. ഈ പവർ ഷെൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇവിടെ പവർ ഷെൽ എന്നായിരിക്കും എഴുതി കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പവർ ഷെല്ലിൽ നമ്മളിത് കൊടുത്ത സമയത്ത് നമുക്ക് എറർ വന്നു. അപ്പോൾ ഞാൻ ഈ കോഡിനെ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. /pnv1/scripts/activate. അപ്പോൾ ഈ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ഈ സ്ക്രിപ്റ്റാണിത് വർക്കാവുക. ഞാനിവിടെ വന്നിട്ട് ഈ കമാൻഡ് കൊടുത്ത് ഡയറക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും എൻ്റെ കമാൻഡ് പ്രോംപ്റ്റിൽ ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഈ ബ്രാക്കറ്റിൽ pnv1 എന്നുള്ള ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെർച്വൽ എൻവയോൺമെൻറ്റ് നെയിം എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആൾറെഡി ഇപ്പോൾ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ഇവിടെ വെച്ചിട്ട് എന്ത് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ഈ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ അത് ഇൻസ്റ്റാൾ ആവുള്ളൂ, അല്ലാതെ ഗ്ലോബൽ സിസ്റ്റത്തിൽ പോയിട്ട് ഇൻസ്റ്റാൾ ആവില്ല. ഇനി എനിക്ക് ഇതേപോലെ സെപ്പറേറ്റ് വേറൊരു പ്രൊജക്റ്റ് വേറൊരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്ത് അവിടെ വെച്ചിട്ട് എനിക്ക് ഇതേപോലെ പുതിയ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച കമാൻഡ് പൈത്തൺ പിന്നെ -m venv പിന്നെ നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് നെയിം കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേര് വെച്ചിട്ട് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി /venv എന്താണോ നമ്മൾ കൊടുത്ത നെയിം /scripts/activate എന്നിട്ട് എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ബ്രാക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു pnv1 നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ pnv1 നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ള പൈത്തൺ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഏത് പൈത്തൺ സ്ക്രിപ്റ്റ് ആണ് എല്ലാം നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. മറ്റൊന്നുള്ളത് ഇനിയിപ്പോൾ എനിക്കിതിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ ഇതിന്ന് മാറിയിട്ട് വേറെ പ്രൊജക്റ്റിൽ ഞാൻ മാറുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീആക്ടിവേറ്റ് എന്നുള്ള കമാൻഡ് ജസ്റ്റ് കൊടുത്താൽ മതി. അങ്ങനെ ഡീആക്ടിവേറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തായി അതിന് ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആ ഫോൾഡറിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ ബ്രാക്കറ്റിൽ നമുക്ക് pnv1 കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ആയി. ഇപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ ലെവലിലാണ് ഉണ്ടാവുക. ഗ്ലോബൽ പൈത്തണിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളാണ് എടുക്കുക. ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഓരോ പിന്നെ പ്രോജക്റ്റിനും നമുക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് ഏത് പൈത്തണിൻ്റെ വെർഷൻ ഉപയോഗിക്കണം എന്നുള്ളതും അതേപോലെ സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ മാത്രം ഇൻസ്റ്റാൾ ആവണം, ആ രീതിയിലെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നോക്കി, ആക്ടിവേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നോക്കി, ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ നോക്കി. ഓക്കെ, ഇതിൽ മാക്കിലാണെന്നുണ്ടെങ്കിലും സെയിം കമാൻഡ്സ് തന്നെയാണ്. ആകെ ഡിഫറൻസ് ഉള്ളത് /ൻ്റെ കേസിൽ ഡിഫറൻസ് ഉണ്ടാവും, വേറെ കാര്യമായ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.